നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവം ആകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ തിരുവചനം. ഇന്ന് പ്രഭാതത്തിൽ ഈ തിരുവചന വേദഭാഗവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ സർവശക്തനായ ദൈവം അനുവദിച്ച കൃപയോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ, പ്രഭാത വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകം നമ്മൾ വായിച്ച ഈ വേദഭാഗം വചനം ഇപ്രകാരം പറയുന്നു: നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രഭാതത്തിൽ പലതും ഓർത്ത് ഭയപ്പെട്ട് ഇന്നത്തെ ജീവിതം എന്തായിത്തീരും, ഇന്നത്തെ എൻ്റെ അവസ്ഥ എന്തായിത്തീരും? നിങ്ങളുടെ കടബാധ്യതയുടെ നടുവിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? നിങ്ങൾ രോഗത്തിൻ്റെ നടുവിലൂടെയാണോ കടന്നു പോകുന്നത്? നിങ്ങൾ നിരാശയുടെ നടുവിലൂടെയാണോ കടന്നു പോകുന്നത്? ഒത്തിരി ബാധ്യതകളും പ്രയാസങ്ങളും വിഷയങ്ങളുടെ നടുവിലൂടെ ആയിരിക്കാം ഇന്ന് പകൽ നിങ്ങൾ കടന്നു പോകേണ്ടത്. പലരും ഓർത്ത് വ്യാകുല ചിന്തകളോടുകൂടെ ഇന്ന് ഞാൻ എങ്ങനെ ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കും, ഇന്ന് ഞാൻ എങ്ങനെ ആ പ്രശ്നത്തെ നേരിടും, ഇന്ന് ഞാൻ എങ്ങനെ എൻ്റെ ജീവിതത്തിനകത്ത് ഈ പ്രശ്നത്തിനകത്ത് ഇടപെടും എന്നോർത്ത് ഭയപ്പെട്ട് ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് രാവിലെ ഈ ദൈവശബ്ദം നിങ്ങളോട് അരുളി ചെയ്യുന്നു: ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വചനം പറയുന്നു, നീ ഭ്രമിച്ചു നോക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ പ്രശ്നത്തെ നോക്കി നീ പേടിച്ച് നോക്കേണ്ട. ഹല്ലേലൂയ. നിൻ്റെ പ്രശ്നം വളരെ വലുതായിരിക്കാം, വളരെ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്തതായിരിക്കാം, നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ ഇല്ലായിരിക്കാം. പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളോട് പറയുന്നു, നീ ഭ്രമിച്ചു നോക്കേണ്ട. പിന്നെ വചനം പറഞ്ഞു, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ശക്തിയുള്ള ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. എന്തിനു വേണ്ടിയാ ഞാൻ വചനം പറഞ്ഞു, ഞാൻ നിന്നെ ശക്തീകരിക്കും. നീ പേടിച്ചു പോകുമ്പോൾ, നീ ഭയപ്പെട്ടു പോകുമ്പോൾ, നീ ഭ്രമിച്ചു പോകുമ്പോൾ, നിൻ്റെ ജീവിതത്തെ നോക്കി നീ നിരാശപ്പെടുമ്പോൾ, ഇന്നത്തെ എൻ്റെ അവസ്ഥ എന്താ ഒരു ചോദ്യചിഹ്നം പോലെ നിങ്ങളുടെ ജീവിതമായിരിക്കുമ്പോൾ, ഇന്ന് രാവിലെ കർത്താവിൻ്റെ വചനം നിങ്ങളോട് പറയുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഇന്ന് പകൽ ഈ ദൈവ വചന ശബ്ദം നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുമ്പോൾ സ്വർഗം ഇതിനകത്ത് ചിലരെ സന്ദർശിക്കാൻ പോകുക. സ്വർഗം ഇന്ന് രാവിലെ ചിലരെ ശക്തീകരിക്കാൻ പോകുക. ഈ ദൈവശബ്ദം നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ, ഈ ദൈവശബ്ദം നിങ്ങളുടെ കാതുകളിലേക്ക് എത്തിച്ചേരുമ്പോൾ, ഇന്ന് പകൽ ഒരു ദൈവശക്തി നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. ഇന്ന് പകൽ നീ ഓർക്കുന്ന, നീ ഭ്രമിച്ചു നോക്കുമ്പോൾ, നീ ഭയപ്പെട്ട് നോക്കുമ്പോൾ, നിൻ്റെ ജീവിതത്തെക്കുറിച്ച് നാളുകൾ ഇന്നത്തെ എൻ്റെ ജീവിതം എന്തായിത്തീരുമെന്ന് ഭ്രമിച്ചിരിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, പിതാവേ, ഇന്ന് പകൽ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിൻ്റെ വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. ഞാൻ നിന്നെ സഹായിക്കും. ഈ ലോകത്തിൽ ആരും നമ്മെ സഹായിക്കുവാനില്ലാതിരിക്കുമ്പോൾ, ഈ ലോകത്തിലെ സകല പേരും നമ്മെ തള്ളിക്കളഞ്ഞിരിക്കുമ്പോൾ, ഈ ലോകത്തിൽ നമ്മൾ പ്രതീക്ഷ വച്ച പലരും നമ്മെ സഹായിക്കാതെ മാറി നിന്നപ്പോൾ, ഇന്ന് രാവിലെ എൻ്റെ ദൈവം പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കും. ആരും സഹായിക്കുവാനില്ലായിരിക്കാം, എല്ലാവരും തള്ളിക്കളഞ്ഞിരിക്കാം, എല്ലാവരും മാറ്റി നിർത്തിയിരിക്കാം. നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ പലരും ഇപ്പോൾ നിന്നെ ഫോൺ കോളുകൾ പോലും എടുക്കുന്നുണ്ടാകത്തില്ല. പക്ഷേ ഇന്ന് രാവിലെ കർത്താവ് നിന്നോട് പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ എൻ്റെ കർത്താവ് നിങ്ങളെ സഹായിക്കാൻ പോകുക. വചനം പിന്നെ പറഞ്ഞു, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ആരും നമ്മെ താങ്ങാനില്ലാതിരിക്കുമ്പോൾ, ആരും നമ്മെ ഒന്ന് കരം തരാനില്ലാതിരിക്കുമ്പോൾ, സ്തോത്രം, വചനം വിളിച്ചു പറയുന്നു, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. വചനം പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം, ഇവിടെ നീതിയുള്ള വലം കൈ. നീതിയുള്ള കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ നീങ്ങുന്നതെങ്കിൽ സ്വർഗത്തിലെ ദൈവം താങ്ങും. ഹല്ലേലൂയ. നീതിക്ക് വേണ്ടി നിൽക്കുന്നവരാരെങ്കിലും ഉണ്ടോ? നീതിക്ക് വേണ്ടി നിൽക്കുന്നവരാരെങ്കിലും ഉണ്ടോ? നീതിയോടെ പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. നീതിയോടുകൂടി നിൽക്കുന്നവനെ ദൈവം ഒരിക്കലും തള്ളിക്കളയുകയില്ല. നീതിക്ക് വേണ്ടി ദൈവം താങ്ങും. ഹല്ലേലൂയ. നീതിക്ക് വേണ്ടി അവനെ ദൈവം താങ്ങും. നീതിയുള്ള ദൈവം നീതിയുള്ളവനെ താങ്ങുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവം
ആമേൻ, എല്ലാ പാപികളെയും രക്ഷിക്കുന്നവനല്ല, പിന്നെയോ നീതിമാനെ രക്ഷിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. നീതിമാനെ സഹായിക്കുന്ന കർത്താവ്, നീതിമാനെ ശക്തീകരിക്കുന്ന കർത്താവ്. ഇന്ന് പകൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ പാപം ചെയ്തിട്ട് അല്ലെങ്കിൽ ലോകത്തിനകത്ത് തെറ്റുകൾ ചെയ്തിട്ട് ലോകത്തിനകത്ത് തിന്മ ചെയ്തിട്ട് എന്നെ സഹായിക്കണമേ, എന്നെ താങ്ങണമേ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി കരഞ്ഞിട്ട് കാര്യമല്ല. ഇന്ന് പകൽ ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയാം, നീതിയുള്ള ദൈവം നീതിയോടെ നിങ്ങൾക്ക് വേണ്ടി അവൻ ഇറങ്ങും. ഹല്ലേലൂയ. നീതിയോടുകൂടെയാണ് നിങ്ങൾ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സഹായം അഭ്യർത്ഥിക്കുന്നതെങ്കിൽ, നീതിക്ക് വേണ്ടിയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, നീതിയുള്ള കാര്യമാണ് നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നതെങ്കിൽ, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് കൈമാറാം, ദൈവം നിങ്ങളെ സഹായിച്ചിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പതിവ് പോലെ ഞങ്ങൾക്ക് ഈ ദൈവ ശബ്ദം ഒരുമിച്ച് കർത്താവെ കേൾക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ച് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് പകൽക്കത്തെ ദൈവ ശബ്ദം കേൾക്കുന്നവരുടെ മേൽ ഇറങ്ങി ചെല്ലട്ടെ. അമ്മ സഹായത്തിനായി നീതിയോട് കർത്താവ് സഹായത്തിന് വേണ്ടി കൈനീട്ടുന്ന, അപേക്ഷിക്കുന്ന, പ്രാർത്ഥന ചോദിക്കുന്ന ഈ പ്രിയ ദൈവമക്കൾ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവ് നീതിയോടെ അവരെ താങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ സഹായിക്കണമേ അപ്പ. അവർ കർത്താവ് ഭയപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കരുതേ. അവരെ കർത്താവ് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലങ്ങളുടെ നടുവിൽ ശക്തിയോടെ മുന്നേറുക ദൈവം ഈ ജനത്തെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തണം. ഈ തിരുവചനങ്ങൾ ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ എത്തിയവരുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങട്ടെ. കർത്താവിൻ്റെ മഹത്വത്തോടെ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും പ്രാർത്ഥിച്ചു ദൈവ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.